തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരപീഡനത്തിനിരയായി ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നില്ല. കുട്ടിയുടെ അമ്മയെ പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി കോലഞ്ചേരിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നു. ഡാനി, ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട്? രഞ്ജിനി, ആശാവഹമായ ഒരു പുരോഗതിയും ആശുപത്രി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന എന്തായിരുന്നു അവസ്ഥ എന്ന ഗുരുതരമായി തുടർന്ന അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കുട്ടി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തുടരുന്നത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ദ്രവ രൂപത്തിലുള്ള ഭക്ഷണം നൽകാനുള്ള ഒരു ശ്രമം ട്യൂബ് വഴി ഉണ്ടായിരുന്നു. പക്ഷേ അതിലും കാര്യമായ ഒരു പുരോഗതിയും അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്ന രീതിയിലേക്ക് കുട്ടിയുടെ ശരീരം മാറിയിട്ടില്ല. മരുന്നുകളോടും പ്രതികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദഗ്ധ മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇവരും നിലവിലുള്ള ചികിത്സ എന്താണ്, ഇനി എന്താണ് ചെയ്യാൻ കഴിയുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണെന്നാണ് വിദഗ്ധ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് നിലവിൽ കുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച് ഒരു വലിയ ആശാവഹമായ ഒരു പുരോഗതിയും ഇല്ല എന്ന് തന്നെയാണ് പറയുക. മറ്റൊന്ന് ചേർക്കാനുള്ളത്, ഇന്ന് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി കുട്ടിയെ സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. ഇവിടെ അടുത്ത ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്ന അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ട ഒരു സംവിധാനങ്ങൾ കുട്ടിയെ കാണുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ വലിയ പുരോഗതി ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് തുടരുന്നത്. അതോടൊപ്പം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ റിമാൻഡിലായ, അതായത് കുട്ടിയെ ഉപദ്രവിച്ച അമ്മയുടെ സുഹൃത്ത് ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങും. അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മയിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കുട്ടിയുടെ സഹോദരിൽ നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി 4 വയസ്സുകാരിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അനുമതി വാങ്ങിച്ചുകൊണ്ടും പോലീസ് ആ രീതിയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് കുട്ടിയുടെ ശരീരം പ്രതികരിക്കുന്നില്ല എന്നാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. കോലഞ്ചേരിയിൽ നിന്നും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്.